ഹലോ, വെൽക്കം ടു ലൈഫ് ആൻഡ് ലീവ് വിത്ത് ശ്രുതി. ഇന്ന് നമുക്ക് ഒരു കാർ തീം അല്ലെങ്കിൽ റേസിംഗ് ട്രാക്ക് തീം ബർത്ത്ഡേ ഡെക്കറേഷൻ നമ്മുടെ വീട്ടിൽ എങ്ങനെ വളരെ സിമ്പിളായി ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വെച്ച് ചെയ്യാമെന്ന് കണ്ടാലോ? അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു റേസിംഗ് ട്രാക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി 2 ബ്ലാക്ക് ചാർട്ട് പേപ്പർ വേണം, ഒരു A4 സൈസ് ഷീറ്റ് വേണം, പിന്നെ വേണ്ടത് ഒരു സിസറും സ്കെയിലും പെൻസിലും ഒരു ഫെവിക്കോളും മാത്രമാണ്. നമുക്കപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ കാണാം. A4 ഷീറ്റ് നമ്മൾ ആദ്യം എടുക്കുക. അതിന്റെ ആ ചെറിയ ലെങ്ത് ഉണ്ടല്ലോ, ആ ലെങ്ത്തും ബ്രെഡ്ത്തില് ആ ബ്രെഡ്ത്ത് എടുത്തിട്ട് നമുക്ക് അതിന്റെ വീതിയിൽ നമുക്ക് ട്രാക്ക് മെഷർ ചെയ്ത് വെക്കാം. അതിനൊരു പെൻസിൽ എടുത്ത് നമ്മൾ മാർക്ക് ചെയ്യാം. നമുക്ക് അതേ ഇതില് നമുക്ക് അത് ത്രൂ ഔട്ട് നമുക്കൊരു ട്രാക്ക് നമുക്കൊരു കേർവ് ആയിട്ട് കുറച്ചൊരു ലെങ്ത് വന്നിട്ട് ഒരു കേർവ് ആയിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. പെൻസിൽ എടുത്തിട്ട് ഒരു A4 ഷീറ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ നമ്മൾ മാർക്ക് ചെയ്യാം. ഇത് എന്നിട്ട് നമ്മൾ ഒരു സ്കെയിൽ വെച്ച് കണക്ട് ചെയ്ത് അത് വരച്ചെടുക്കണം. ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. നമ്മളത് വരച്ചെടുക്കുക. ഇതുപോലെ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും നമ്മൾ ഇതേപോലെ ഒരു കേർവ് ആയിട്ട് വരച്ചതിന് ശേഷം ഇതിന്റെ കേർവാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിനും ഇതേപോലെ ഒരു ആ A4 ഷീറ്റ് ആ കേർവ് വരുന്ന സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെയും മാർക്ക് ചെയ്യാം. ആ ഒരു വീതി കിട്ടാൻ വേണ്ടി കറക്റ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് വീതി കിട്ടും. വേറെ സിമ്പിൾ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. A4 ഷീറ്റ് ത്രൂ ഔട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇപ്പൊ ഞാനൊരു സൈഡിൽ അത് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. പെൻസിൽ വെച്ചിട്ട് ആ കേർവ് നമ്മൾ വരച്ചങ്ങോട്ട് കണക്ട് ചെയ്ത് വരച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ഒരു സിസർ എടുത്തിട്ട് നമ്മൾ ഈ വരച്ച ആ മാർക്കിലൂടെ ആ ലൈനിലൂടെ അത് കട്ട് ചെയ്തെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ആ നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് വരച്ച ലൈനിൽ കൂടെ നമ്മൾ അത് കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി നമുക്ക് ട്രാക്കിലെ ആ വെള്ള വരകളില്ലേ, ആ ലൈൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു A4 ഷീറ്റ് എടുക്കുക, ഒരു സ്കെയിൽ എടുക്കുക. ഞാനിവിടെ ഒരു 4 സെന്റിമീറ്റർ വീതിയിലാണ് ഇത് മുറിച്ചെടുക്കാൻ പോകുന്നത്. അതിന് നമ്മൾ 4 സെന്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക A4 ഷീറ്റിൽ. 2 ഭാഗത്തും 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ആ 2 ഡോട്ട്സും കൂടെ കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് 4 സെന്റിമീറ്റർ വീതിയിലുള്ള ആ വെള്ള ലൈനുകൾ നമുക്ക് A4 ഷീറ്റ് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു സിസർ വെച്ചിട്ട് ഇത് നമുക്ക് മുറിച്ചെടുക്കാം. നമ്മൾക്ക് 2 ട്രാക്കാണ് വേണ്ടത്. സോ ഞാൻ കാണിച്ച അതേ മെത്തേഡിൽ അടുത്ത ചാർട്ട് പേപ്പറും കൂടെ മുറിച്ചെടുക്കുകയാണ്. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു വെക്കേണ്ട പരിപാടിയാണ് എടുത്തത്. സോ നമ്മൾ ആ വൈറ്റ് A4 ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വൈറ്റ് A4 ഷീറ്റിൽ കുറച്ച് ഫെവിക്കോൾ ആക്കിയിട്ട് ഇതേപോലെ റോഡിന്റെ മിഡിൽ സൈഡിൽ വരുന്ന പോലെ നമ്മൾ കാണാറുണ്ടല്ലോ, എങ്ങനെയാണ് ഉണ്ടാവുക നമുക്കറിയാലോ, ആ വൈറ്റ് ലൈൻ അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനൊരു എക്സ്ട്രാ ലെങ്ത്തിന് വേണ്ടിയിട്ട് ഒരു നീളത്തിലുള്ള ഒരു ചെറിയൊരു ട്രാക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ട്രാക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് അതിന്റെ മേലെ പ്ലേസ് ചെയ്യാനുള്ള കുറച്ച് കാറുകൾ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇതേപോലുള്ള ഒരു ഷീറ്റ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് A4 ഷീറ്റ് A4 ഷീറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഫോം പേപ്പർ കിട്ടും. ഞാനിവിടെ ഫോം പേപ്പറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള കുറച്ച് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു പേപ്പറാണിത്. അത് വെച്ചിട്ട് ഞാൻ ഈ കാണിച്ച പോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ അത് ആദ്യം കട്ട് ചെയ്തെടുക്കണം. നമുക്ക് എത്ര വലുപ്പത്തിലാണോ കാർ വേണ്ടത് ആ വലുപ്പത്തിൽ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് ആദ്യം അതിന്റെ ഓപ്പോസിറ്റ് എഡ്ജിലോട്ടേക്ക് മടക്കാം. വീണ്ടും രണ്ടാമത് അതേപോലെ മടക്കി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. എന്നിട്ടൊരു പെൻസിൽ എടുത്തിട്ട് ഇതേപോലെ ഒരു ഹാർട്ടിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഇല്ലേ, അതേപോലെ ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കാം. നമുക്കിത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് ആ ഫോം പേപ്പർ ആ വരച്ച ആ വരയിലൂടെ നമുക്ക് കൃത്യമായി വൃത്തിയായിട്ട് മുറിച്ചെടുക്കേണ്ടതാണ്. ഇതുപോലൊരു ഷേപ്പാണ് വരിക. നമ്മൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് 2 കഷ്ണമായിട്ട് നമ്മളത് മുറിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ കാറിന്റെ ബോഡി റെഡിയായി. ഇനി നമുക്ക് വീലിന് വേണ്ടിയിട്ട് ഫോം പേപ്പർ, ബ്ലാക്ക് ഫോം പേപ്പർ ഇതേപോലെ സർക്കിൾ ആയിട്ട് 4 എണ്ണം വെട്ടിയെടുക്കാം. അതേപോലെ A4 ഷീറ്റ് അല്ലെങ്കിൽ വൈറ്റ് ഫോം പേപ്പർ ഇതേപോലെ ചെറിയ സർക്കിൾ ആയിട്ട് വെട്ടിയെടുക്കാം. എന്നിട്ട് ഈ ബ്ലാക്ക് സർക്കിളിന്റെ മേലെ നമ്മൾ ഈ വൈറ്റ് A4 ഷീറ്റ് അല്ലെങ്കിൽ ഫോം പേപ്പർ ചെറുത് നമ്മൾ ഇത് നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു വീലിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ ബ്ലാക്ക് സർക്കിളിന്റെ മേലെ ഇതേപോലെ ഫെവിക്കോൾ ആക്കിയിട്ട് നമുക്കത് ഒട്ടിച്ചു വെക്കാം. കാറിന്റെ ബോഡിയിൽ താഴെയായിട്ട് പകുതി കാറിന്റെ ബോഡിയിലും പകുതി താഴെ എന്ന പോലെ നമുക്കത് ഒട്ടിച്ചു വെക്കാം. അപ്പൊ നമുക്കൊരു കാറിന് വീൽസ് പോലെ അത് വരും. ഇതുപോലെ അടുത്ത കാറിനും നമുക്ക് വീൽസ് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടെടുത്ത നല്ല ക്യൂട്ടായിട്ടാണ് നമുക്ക് ഒരു കാറ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിന് വിൻഡോസ് നമുക്ക് ആക്കിയാലോ? അതിനുവേണ്ടി ഒരു ബ്ലാക്കും ഒരു ബ്രൗണും ഫോം പേപ്പർ ഇതേപോലെ വലിയ സർക്കിളായിട്ടും ഒരു ചെറിയ സർക്കിളായിട്ട് മുറിച്ചെടുക്കാം. അത് പകുതിയായിട്ട് നമുക്ക് 2 ഹാഫായിട്ട് വെട്ടിയ ശേഷം വീണ്ടും അതിനെ ഒരു ഹാഫായിട്ട് വെട്ടി അങ്ങനെ ഒരു സർക്കിളിന് നമുക്ക് 4 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇത് തന്നെ നമുക്ക് ആ ചെറിയ സർക്കിൾ ബ്രൗൺ സർക്കിളും നമുക്ക് 4 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ആദ്യം ഈ ബ്ലാക്ക് ഈ 2 പാർട്ട് ഹാഫ് ആയിട്ടുള്ള 2 എണ്ണം ബ്ലാക്ക് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുക്കണം. അതിന്റെ മേലെ വേണം നമ്മൾ ബ്രൗൺ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പൊ നമ്മുടെ കാറിന്റെ വിൻഡോസ് റെഡി ആവും. ഇനി നമുക്ക് ട്രാഫിക് സിഗ്നൽ ആണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഒരു ചാർട്ട് പേപ്പർ, നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ചാർട്ട് പേപ്പറിന്റെ ബാക്കി ഉണ്ടാവും, അതൊരു റെക്ടാങ്കിൾ ഷേപ്പിൽ വെട്ടിയെടുക്കാം. പിന്നെ 3 കളേഴ്സ് റെഡ്, യെല്ലോ, ഗ്രീനിൽ 3 കളേഴ്സിൽ സർക്കുലർ ഷേപ്പിൽ നമ്മൾ ഒരു A4 ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. 3 കളർ A4 ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ ഒരു ഫോം ഷീറ്റ്, അത് ഒരു നമ്മളുടെ സാധാരണ ഒരു സ്കെയിലില്ലേ, ആ സ്കെയിലിന്റെ വിട്ടില് നമ്മൾ ഒരു ബ്രൗൺ ഇതും കൂടെ വെട്ടി അവിടെ വെക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഓരോ കളേഴ്സും നമ്മൾ ഇതിന്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. മേലെ റെഡ്, പിന്നെ യെല്ലോ, പിന്നെ ഗ്രീൻ വരുന്ന പോലെ നമ്മൾ ട്രാഫിക് സിഗ്നൽ ഉണ്ടല്ലോ, നമ്മുടെ ട്രാഫിക് സിഗ്നൽ, അതുപോലെ നമ്മൾ ഓരോന്നും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി പിറകുവശത്തായി നമുക്ക് ആ ബ്രൗൺ ഫോം പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ട്രാഫിക് സിഗ്നലും റെഡിയായി. ഇപ്പൊ നമുക്ക് ട്രാക്കായി, കാർസായി, ട്രാഫിക് സിഗ്നലായി. അപ്പോൾ ഓരോരുത്തരുടെ ഇമാജിനേഷൻ പോലെ നമുക്കിത് വാളില് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അതിനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തെന്നുള്ളത്. അത് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.